നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ജൂലൈ 2, 3, 4 എന്നീ തീയതികളിൽ വൻ വിജയം കരസ്ഥമാക്കുവാൻ പോകുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വൻ രീതിയിലുള്ള ഒരു അഭിവൃദ്ധി കടന്നു വരാൻ പോകുന്ന കുറച്ച് രാശിക്കാരുണ്ട്. ജീവിതത്തിൽ ഇവർ വളരെയധികം ശ്രദ്ധയോടെ കടന്നു പോകുന്ന ഒരു 3 ദിവസമാണിത്. ഈ 3 ദിവസത്തിൽ തന്നെ പല വിജയങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, വളരെയധികം നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം ഇവർ. ഏറ്റവും പ്രധാനം ഒരു ജോലി തടസ്സമോ, ധനലാഭമോ, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഇടപെടലോ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതായി വരുന്ന ഒരു 3 ദിവസമായിരിക്കാം ഈ ദിവസം. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച കടന്നു വരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിവസം കൂടിയാകുന്നു ഈ നക്ഷത്ര ജാതകർ. ഏറ്റവും പ്രധാനമായിട്ട് മേടം രാശിയിൽ പിറന്ന അശ്വതി നക്ഷത്ര ജാതകർക്കാണ് വളരെയധികം തുടക്കകരമായ, അല്ലെങ്കിൽ വളരെയധികം അനുഗ്രഹകരമായ ഒരു സമയമാണ് ഈ 3 ദിവസം. അതുപോലെ കാർത്തികയ്ക്കും ഇത് നല്ലൊരു സമയമാണ്. അപ്പോൾ മേടം രാശിയിൽ വരുന്ന അശ്വതിക്കും കാർത്തികയ്ക്കും വളരെ വലിയ സൗഭാഗ്യമേകുന്ന ഒരു ദിവസങ്ങളാകുന്നു ഈ 2, 3, 4 എന്നീ തീയതികളെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ ഭവനം വാങ്ങുന്നതിനുള്ള തീരുമാനമോ, അല്ലെങ്കിൽ വയ്ക്കുന്നതിന് തുടക്കമുള്ള തീരുമാനമോ, തൊഴിലവസരങ്ങളോ, അങ്ങനെ തുടങ്ങിയ അവസരങ്ങളൊക്കെയാണ് ഇവരെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭരണി നക്ഷത്ര ജാതകർക്കും ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ദൈവീക മന്ത്രമോ, അല്ലെങ്കിൽ ഒരു ദൈവീക ശക്തിയോ ആരാധിച്ച് എപ്പോഴും മുന്നോട്ട് പോകുക. അത് വളരെയധികം തടസ്സങ്ങൾ മാറുവാനായിട്ട് നിങ്ങൾക്ക് സഹായകരമാകും. ഇനി അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുമ്പോൾ മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്ര ജാതകരാണ്. പ്രധാനമായിട്ടും ഈ 2, 3, 4 എന്ന് പറയുന്ന ഈ തീയതികൾ നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിക്കുവാനുള്ള ഒരു തീയതിയാണ്. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ വിദേശത്ത് പോകുവാനുള്ള ഒരു തീരുമാനമായിരിക്കാം, സാമ്പത്തികപരമായ പല തീരുമാനങ്ങളായിരിക്കാം. എന്നാൽ നിങ്ങൾ ഇത്രയും ദിവസം സങ്കടത്തിലും ദുഃഖത്തിലും ഒക്കെ ആയിരുന്നു, അതിനെയൊക്കെ മാറുവാനുള്ള ഒരു തീരുമാനവും കൂടെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ കൈവിടാതെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമായി ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഈ രാശിക്കാരും വളരെയധികം അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനുമേൽ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു ഉയർച്ച കടന്നു വരുമെന്നതിന് യാതൊരു മാറ്റവുമില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത് കന്നി രാശിക്കാരിൽ വരുന്ന ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കുമാണ് ഇത് ഭാഗ്യസമയം എന്ന് പറയുന്നത്. ഈ 3 നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഉയർച്ചയാണ്. അതുപോലെ പ്രയാസങ്ങളെയൊക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ഈ 3 ദിവസങ്ങൾ ഇവരെ വളരെയധികം സഹായിക്കും. അടുത്ത നക്ഷത്ര ജാതകർ തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽ വരുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന 3 നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഉയർച്ചയാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും, അതുപോലെ എന്തെല്ലാം കഷ്ടതകളുണ്ടെങ്കിലും അതെല്ലാം മാറി ജീവിതത്തിൽ ഒരു ഉയർച്ച കടന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയുന്നത് പോലെ ഈ 4 രാശിക്കാരെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന 2, 3, 4 എന്നീ തീയതികളിൽ ഈ 4 രാശിക്കാരിൽ വരുന്ന 12 നക്ഷത്ര ജാതകർ, ഈ 4 രാശിയിൽ വരുന്ന 12 നക്ഷത്ര ജാതകർക്ക് എത്തരത്തിലുള്ള പ്രശ്നമാണോ വരുന്നത് അതൊക്കെ അവസാനിച്ച് ജീവിതത്തിൽ ഒരു ഉയർച്ച കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 4 രാശിക്കാരുടെയും ഫലങ്ങൾ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.